സെന്റൻസിൽ നോയോ നോട്ടോ പോലുള്ള നെഗറ്റീവ് വേർഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗിൽ ഓക്സിലിയറി വെർബിന്റെ കൂടെ ഇൻഡ് എന്ന് ചേർക്കുന്നു. നോട്ടിന്റെ ഷോർട്ട് ഫോമായ ഇൻ ചേർക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മാറ്റമുള്ള ഒരു 3 ഓക്സിലിയറി വെർബുകളുണ്ട്. 1 ആം, 2 വിൽ, 3 ഷാൽ. ഇവരുടെ കേസിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഐ ആം എ സ്റ്റുഡൻറ് എന്ന് പറയുന്ന സെന്റൻസിൽ ഓക്സിലിയറി വെർബ് ഏതാണ്? ആം ആണ്. അത് നമ്മൾ എടുത്തെഴുതുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നോയോ നോട്ടോ ഉണ്ടോ എന്ന് നോക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഇൻഡ് ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് എന്താണ്? ഐ. എന്നാൽ ഈ രീതിയിൽ എഴുതുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആമിൻ്റെ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല. ഇതിന് പകരം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ആൻഡ് എന്നുള്ളതാണ്. നോക്കുക, അപ്പോൾ ഓർക്കുക, ആം വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഷോർട്ട് ഫോം ആയിട്ട് എടുക്കുന്നത് ആൻഡ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ആൻഡ് ഐ എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു സെന്റൻസ് നോക്കുക. ഷീ വിൽ കോൾ യു. ഇവിടുത്തെ ഓക്സിലിയറി വെർബ് വില്ലാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നോയോ നോട്ടോ ഇല്ലാത്തത് കൊണ്ട് ഇൻഡ് ചേർത്താൽ വില്ലിൻ്റെ എന്ന് വരും. എന്നാൽ അങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല. പകരം നമ്മൾ ഓർക്കുക, വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കുന്നത് വോണ്ട് എന്ന വാക്കാണ്. ഇപ്പൊ വോണ്ട് എന്ന വാക്കിന് ശേഷം സബ്ജക്റ്റ് ആയ ഷീ എഴുതി കൊടുക്കുക. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ്. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കുക. വി ഷാൽ സ്റ്റഡി. ഇവിടുത്തെ ഓക്സിലിയറി വെർബ് ഷാൽ ആണ്. നമ്മൾ അത് എടുത്തെഴുതുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് നോയോ നോട്ടോ ഉണ്ടോ എന്ന് നോക്കുന്നു. അതില്ല. അപ്പോൾ നമുക്ക് ഇൻഡ് എന്ന് ചേർക്കണം. പക്ഷേ ഇവിടെ ഇൻഡ് ചേർക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷിലില്ല. ഇതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് ഷാൻഡ് എന്നുള്ളതാണ്. ഷാൻഡ് എന്നുള്ള വാക്കാണ്. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള വി എടുത്തെഴുതുന്നു. ഷാൻ വി. ഇതാണ് ഈ വി ഷാൽ സ്റ്റഡി എന്നുള്ളതിന്റെ ടാഗ് വരുന്നത്.